നിങ്ങൾക്കെല്ലാവരും ഒരു ലേബൽ തന്നിട്ടുണ്ടോ? ഇവനൊരു പാവാണ്, ഇവൻ നല്ല കുട്ടിയാണ് എന്നൊക്കെ. കേൾക്കാൻ നല്ല രസമുള്ള വാക്കുകളാണ്, പക്ഷേ സത്യത്തിൽ ഇത് നല്ലതാണോ? നീ എല്ലാവരെയും സഹായിക്കും, നല്ല മനുഷ്യനായതുകൊണ്ടാണോ, അതോ നിനക്ക് നോ പറയാൻ പേടിയായതുകൊണ്ടാണോ? സത്യത്തിൽ ഈ നൈസ് ഗായ് കളി കാരണം നിനക്ക് എന്ത് കിട്ടി? ബഹുമാനം കിട്ടിയോ? ഇല്ല. കിട്ടിയത് അവൻ എപ്പോ വേണേലും വിളിക്കാം, അവൻ എന്തും ചെയ്തോളും എന്നുള്ള പേരും അവഗണനയും മാത്രം. ഇന്ന് നമുക്ക് അത് മാറ്റണം. ഈ പാവം ഇമേജ് കളഞ്ഞ് ഒരു മാനായി, ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളായി എങ്ങനെ മാറാം എന്ന് നോക്കാം. നമ്മൾ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരം പറഞ്ഞുതരാം. സങ്കല്പിക്കുക, നിനക്ക് തിരക്കുള്ള സമയം. അപ്പോഴാണ് നിന്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ കൊളീഗ് വന്ന് അവന്റെ ജോലി നിന്നോട് ചെയ്യാൻ പറയുന്നത്. അലിയ, ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, ഞാൻ പെട്ടിങ്ങിപ്പോയി എന്ന് പറയും. നീ എന്തു ചെയ്യും? നിന്റെ തിരക്ക് മാറ്റിവെച്ച് അവന് വേണ്ടി ആ പണി ചെയ്തു കൊടുക്കും. നിന്റെ മനസ്സിൽ എന്താണ്? ഞാൻ ഇവനെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്താൽ നാളെ എനിക്കൊരു ആവശ്യം വരുമ്പോൾ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് നൈസ് ഗായ് ട്രാപ്പ്. ഓർക്കുക, ഇതൊരു ബിസിനസ് അല്ല. റിയാലിറ്റി എന്താ? ആ പണി കഴിഞ്ഞാൽ അവൻ നിന്റെ കാര്യം മറക്കും. നാളെ നിനക്കൊരു ആവശ്യം വന്നാൽ അവൻ ഫോൺ പോലും എടുക്കില്ല. അപ്പോൾ നിനക്ക് ദേഷ്യം വരും, ഞാൻ ഇത്രയും ചെയ്തിട്ടും അവൻ തിരിച്ചൊന്നും ചെയ്തില്ലല്ലോ എന്ന്. ബ്രോ, ആര് പറഞ്ഞു നിന്നോട് ഇതൊക്കെ ചെയ്യാൻ? നീ നൈസ് ആയത് സ്നേഹം കൊണ്ടല്ല, നിനക്ക് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. പ്ലീസ്, ചെയ്യാൻ നടക്കുന്നവർക്ക് ഒരിക്കലും റെസ്പെക്റ്റ് കിട്ടില്ല. അടുത്ത കാര്യം, നിന്റെ വില നീ തന്നെ തീരുമാനിക്കണം. നമ്മളിൽ പലരും ഫേസ്ബുക്കിലൊരു ഫോട്ടോ ഇട്ടാൽ അതിൽ എത്ര ലൈക്ക് വന്നു എന്ന് നോക്കിയിരിക്കും. ലൈക്ക് കുറഞ്ഞാൽ മൂഡ് ഓഫ് ആവും. അതുപോലെ കൂട്ടുകാർ എടാ ഷർട്ട് കൊള്ളില്ല, അല്ലെങ്കിൽ ഈ ബൈക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ വിഷമിക്കുകയാണ്. എത്ര കാലം നീ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് ജീവിക്കും? ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള ആൾ സ്വയം വില കൊടുക്കുന്ന ആളാണ്. മറ്റുള്ളവർ നിന്നെപ്പറ്റി എന്ത് പറയുന്നു എന്ന് നോക്കിയല്ല നീ ജീവിക്കേണ്ടത്. നിനക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം നീ ചെയ്യുക, സ്വയം വിശ്വസിക്കുക. ഇത്രയും കാലം നീ യെസ് പറഞ്ഞ് ശീലിച്ചു, ഇനി നോ പറയാൻ പഠിക്കണം. ഉദാഹരണത്തിന്, നിന്റെ കയ്യിൽ ആകെ 500 രൂപയേ ഉള്ളൂ, അടുത്ത ആഴ്ച വരെ ചിലവിനുള്ള കാശാണ്. അപ്പോഴാണ് ഒരു ഫ്രണ്ട് വന്ന് അലിയ ഒരു 500 രൂപ തരുമോ, ഉടനെ തരാം എന്ന് ചോദിക്കുന്നത്. ഒരു നൈസ് ഗായ് എന്തു ചെയ്യും? സ്വന്തം ആവശ്യം മാറ്റിവെച്ച് ആ കാശ് എടുത്തു കൊടുക്കും, എന്നിട്ട് പട്ടിണി കിടക്കും. ഒരു സ്ട്രോങ് മാൻ എന്തു ചെയ്യും? അലിയ കയ്യിലില്ല, എനിക്ക് ആവശ്യമുണ്ട് എന്ന് മുഖത്ത് നോക്കി പറയും. അങ്ങനെ പറഞ്ഞാൽ അവനോടുള്ള സ്നേഹം പോകും എന്ന് നീ പേടിക്കണ്ട. സത്യത്തിൽ നോ പറയുന്ന ആൾക്കാരെയാണ് ലോകത്തിന് കൂടുതൽ ബഹുമാനം. നിനക്ക് നിന്റേതായ അതിരുകൾ, ബൗണ്ടറീസ് വേണം. അത് ക്രോസ് ചെയ്താൽ പ്രതികരിക്കണം. അവസാനമായി, നിന്റെ ഉള്ളിലെ ദേഷ്യം, വാശി ഇതൊന്നും ഒളിച്ചു വെക്കണ്ട. എല്ലാവരും നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാവത്താനാവണ്ട. നിനക്ക് ദേഷ്യം വന്നാൽ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ പറയാനുള്ള ത്രാണിയുണ്ടാകണം. എനിക്കിതിഷ്ടപ്പെട്ടില്ല എന്ന് മുഖത്തു നോക്കി പറയാൻ കഴിയണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഉപദ്രവിക്കാൻ കഴിവില്ലാത്ത ഒരു പാവത്തെ ആർക്കും പേടിയില്ല. പക്ഷേ എല്ലാം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ എല്ലാവർക്കും റെസ്പെക്റ്റ് ആണ്. സോ ഇന്ന് തന്നെ ആ നൈസ് ഗായ് മാസ്ക് അഴിച്ചു വെക്കൂ. സ്വന്തം കാര്യങ്ങൾ നോക്കുക, ലക്ഷ്യങ്ങൾ നേടുക, നോ പറയാൻ പഠിക്കുക. ചില ഫ്രണ്ട്സൊക്കെ ഇത് കാരണം നിന്നോട് മിണ്ടാതെ ആയേക്കാം. പോട്ടെ എന്ന് വെക്കൂ. നിന്നെ യൂസ് ചെയ്യാൻ വന്നവരാണവർ. പക്ഷേ നിന്നെ സത്യമായി മനസ്സിലാക്കുന്നവർ നിന്റെ കൂടെ നിൽക്കും. ബി റിയൽ, ബി സ്ട്രോങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.